नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 62. ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു. പേജ് നമ്പർ 612. ഭൗതിക ശരീരത്തിൽ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളുമുണ്ട്. എല്ലാറ്റിനുമുപരിയായി സർവപ്രധാനമായി നിൽക്കുന്നത് കാലം എന്ന ഘടകമാണ്. കാരണം ഭൗതിക പ്രത്യക്ഷം സാധിക്കുന്നതു കാലത്തിൻ്റെ ചലനം കൊണ്ടാണ്. ഈ വിധത്തിലാണു പ്രാപഞ്ചിക പ്രതിഭാസത്തിൻ്റെ ആവിർഭാവം. പ്രതിഭാസം ആവിർഭവിക്കുന്നതോടെ ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങൾ ദൃശ്യമാകുന്നു. ഫലാപേക്ഷയോടെയുള്ള കർമ്മങ്ങളുടെ ഫലമായി ജീവാത്മാവ് അതിൻ്റെ രൂപം കൈക്കൊള്ളുന്നു. പ്രാണവായു, മിഥ്യാഹങ്കാരം, 10 ഇന്ദ്രിയാവയവങ്ങൾ, മനസ്സ്, പഞ്ചഭൂതങ്ങൾ എന്നിവ ചേർന്നു രൂപം കൊണ്ട സ്ഥൂല ശരീരത്തിനുള്ളിൽ സൂക്ഷ്മ ശരീരത്തിലടക്കം ചെയ്തിരിക്കുന്ന ഒരു നിശ്ചിത സ്വഭാവവും അവൻ ആർജിക്കുന്നു. പിൽക്കാലത്തു മറ്റനേകം ശരീരങ്ങൾക്കു കാരണമായി തീരുന്നതും ആത്മാവിൻ്റെ ദേഹാന്തരപ്രാപ്തി മൂലം അവയെയെല്ലാം പ്രാപിക്കുന്നതുമായ ഒരു ശരീരം അതു സൃഷ്ടിച്ചെടുക്കുന്നു. ഈ വക പ്രതിഭാസിക പ്രത്യക്ഷങ്ങളെല്ലാം അവിടുത്തെ ഭൗതിക ശക്തികളുടെ സംയുക്ത പ്രവർത്തനങ്ങളാണ്. വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും തീരെ ബാധിക്കാത്ത അങ്ങാണ് ഈ ബാഹ്യശക്തിക്കു കാരണം. ഭൗതിക ശക്തിയുടെ ഇത്തരം കടുംപിടുത്തങ്ങൾക്കൊക്കെ അതീതനാകയാൽ അങ്ങാണു പരമമായ ശാന്തി. ഭൗതിക മാലിന്യങ്ങളിൽ നിന്നുള്ള വിമുക്തിയുടെ കാര്യത്തിൽ അങ്ങാണു അവസാന വാക്ക്. അതിനാൽ മറ്റ് അഭയങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തെ പല ലീലകളിൽ ഒന്നു മാത്രമാണ് മനുഷ്യരൂപത്തിൽ വസുദേവപുത്രനായുള്ള അങ്ങയുടെ തിരുവവതാരം. ഭക്തന്മാർക്കു നന്മ ചെയ്യാനും ഭക്തിരഹിതരെ പരാജയപ്പെടുത്താനും അങ്ങു വിവിധാവതാരങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. ജീവിത പുരോഗതിക്കു വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങ് അവതരിക്കുന്നു. ഭഗവത്ഗീതയിൽ അങ്ങു നൽകിയിരിക്കുന്ന വാഗ്ദാനം നിറവേറ്റുന്നതിനായിട്ടാണ് ഈ അവതാരങ്ങളൊക്കെ അങ്ങു കൈക്കൊണ്ടിട്ടുള്ളത്. ക്രമരഹിതമായ തത്വങ്ങൾ മൂലം അലോസരമുണ്ടാകുമ്പോൾ ഭഗവാനെ, സ്വന്തം അന്തരംഗ ശക്തി കൊണ്ട് അവിടുന്ന് അവതാരമെടുക്കുന്നു. ദേവന്മാരെയും
ആധ്യാത്മിക പ്രവണതയുള്ളവരെയും സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ നിലവാരം ഭദ്രമാക്കുകയുമാണ് അങ്ങയുടെ മുഖ്യ വ്യാപാരം. ഇപ്പറഞ്ഞവയോടൊപ്പം അങ്ങു നടത്തുന്ന ഖലന്മാരുടെയും അസുരന്മാരുടെയും ഹിംസ തികച്ചും യുക്തമാണ്. ഇത് ആദ്യമായല്ല അങ്ങ് അവതരിക്കുന്നത്. ഇതിനു മുമ്പ് അനേകം തവണ അങ്ങ് അവതരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുന്ന് നാരായണ ജ്വരം പ്രയോഗിച്ചതോടെ ഞാൻ വല്ലാതെ ശിക്ഷിക്കപ്പെട്ടുവെന്ന് അറിയിച്ചു കൊള്ളട്ടെ. തീർച്ചയായും അത് ഉഷ്ണം ശമിപ്പിക്കുന്നതാണ്, അതേസമയം അത്യന്തം അപകടകാരിയും ഞങ്ങൾക്കൊക്കെ അസഹനീയവുമാകുന്നു. ഈ ഭൗതിക ശരീരം കൈക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആരു തന്നെയായാലും ആത്യന്തികമായ ആശ്രയം അങ്ങയുടെ പാതാരവിന്ദങ്ങളാണെന്ന ബോധമില്ലാതെ ഭൗതികാഭിലാഷങ്ങളുടെ വശ്യതയാൽ നയിക്കപ്പെട്ട് കൃഷ്ണാവബോധത്തെക്കുറിച്ച് തീരെ ഓർമ്മയില്ലാതെ കഴിയുന്നിടത്തോളം കാലം ഭൗതിക പ്രകൃതിയുടെ 3 തരം ദുരിതാവസ്ഥയാൽ പീഡിതനായി തീരും. അങ്ങേക്കു കീഴടങ്ങാത്തതിനാൽ അവൻ നിരന്തരം കഷ്ടപ്പാടനുഭവിക്കുകയും ചെയ്യും. ശിവജ്വരത്തിൻ്റെ വാക്കുകൾ കേട്ടു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, 3 ശിരസുള്ളവനെ, നിന്റെ വാക്കുകളിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. നാരായണ ജ്വരത്തെക്കൊണ്ട് ഇനി നിനക്കു കഷ്ടപ്പാടൊന്നുമുണ്ടാകില്ലെന്നുറപ്പിച്ചു കൊള്ളുക. നീയിപ്പോൾ നാരായണ ജ്വരത്തിൻ്റെ ഭീതിയിൽ നിന്നു മുക്തനായിരിക്കുന്നു എന്നു മാത്രമല്ല, നാരായണ ജ്വരവും ശിവജ്വരവും തമ്മിലുള്ള ഈ യുദ്ധം ഭാവിയിൽ സ്മരിക്കുന്നവരും എല്ലാത്തരം ഭയപ്പാടിൽ നിന്നും മുക്തരായിത്തീരും. പരമപുരുഷൻ അരുളി ചെയ്തതു കേട്ട് ആ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച ശേഷം ശിവജ്വരം അവിടെ നിന്നും വിടവാങ്ങി. ഹരേ കൃഷ്ണ.